പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കോമ്പോസിഷൻ ഡീലേഴ്സിന്റെ ആനുവൽ റിട്ടേൺ GSTR4 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് GST സൈറ്റിൽ ഫയൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇതൊരു 30 മിനിറ്റുള്ള വീഡിയോയാണ്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ആനുവൽ റിട്ടേൺ മാനുവലായിട്ട് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും, ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇതൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് 100% ആക്യുറസിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ടൂളിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. GSTR4 ഓൺലൈൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് സർവീസസിൽ വന്ന് റിട്ടേൺസിൽ വന്നാൽ ആനുവൽ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ആനുവൽ റിട്ടേണിൽ വരിക 1920 ആണ് സെലക്ട് ചെയ്യേണ്ടത്. 1920 സെലക്ട് ചെയ്തു. ഓൺലൈനായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ഓൺലൈനിൽ വരിക. ഇൻ കേസ് നമ്മൾ ഓൺലൈനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓഫ്ലൈനിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ആദ്യത്തേത് പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ ആണ്. പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ ഉള്ളത് ടേൺ ഓവർ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി പുതിയതായിട്ട് ബിസിനസ് തുടങ്ങി പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ ഇല്ലെങ്കിൽ ആ ടേൺ ഓവർ 0 എന്ന് കൊടുക്കുക. നമുക്ക് ഫില്ല് ചെയ്യേണ്ട, മാനുവലായിട്ട് ഫില്ല് ചെയ്യേണ്ട, ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യേണ്ട ടേബിൾസ് എന്ന് പറഞ്ഞാൽ 4A ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ. 4A ആണ്. 4Bയിൽ ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ റിവേഴ്സ് ചാർജിലുള്ളത്. ആദ്യത്തേത് അതർ ദാൻ റിവേഴ്സ് ചാർജ് ആണ്. രണ്ടാമത്തേത് റിവേഴ്സ് ചാർജ് ആണ്. 4C എന്ന ടേബിള് ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ. ഇവിടെ അൺരജിസ്റ്റേർഡ് സപ്ലൈസ് റിവേഴ്സ് ചാർജും റിവേഴ്സ് ചാർജ് ഇല്ലാതെയുള്ള അൺരജിസ്റ്റേർഡ് സപ്ലൈസ് ഒരു ടേബിളിൽ തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. ഇമ്പോർട്ട് സർവീസസ് ആണ് 4Dയിൽ വരുന്നത്. ഇനി അഞ്ചാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ സമ്മറി ഓഫ് CMP 08. നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഓരോ ക്വാർട്ടറിലും CMP 08 ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം. ഇത് 4 മാസത്തെ 4 ക്വാർട്ടറിലെ സമ്മറിയാണിത്. പിന്നീടുള്ളത് ടാക്സ് റേറ്റ് വൈസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ്. അത് ഇൻവേർഡ് സപ്ലൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വരും. ഇവിടെ റിവേഴ്സ് ചാർജ് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഈ ടാക്സ് റേറ്റ് വൈസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ ഇൻവേർഡ് സപ്ലൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വരും. ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. TDS TCS കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ ഇവിടെ ഡിസ്പ്ലേ വരും. അതുള്ളവർക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് 4Aയിൽ പോയാലും മാനുവലായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സപ്ലയറുടെ GST നമ്പർ മാൻഡേറ്ററി ആണ്. ലീഗൽ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരും. പ്ലേസ് ഓഫ് സപ്ലൈ കൊടുക്കുക. ഇനി സപ്ലയറുടെ GST നമ്പർ ഇതിനകത്ത് കൊടുക്കേണ്ട ഒരു പ്രത്യേക രീതി എന്താണെന്ന് വെച്ചാൽ ഓരോ സപ്ലയറുടെയും ഓരോ ഇൻവോയ്സ് വൈസ് അല്ല ഇവിടെ എൻട്രി ചെയ്യുന്നത്. ഒരു വർഷം ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും മൊത്തം വാങ്ങിയ സപ്ലൈസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റേറ്റിൽ എത്ര പർച്ചേസ് നടത്തി എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റേറ്റിൽ, അതായത് 5% എത്രയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ടാക്സ് വാല്യൂ കൊടുക്കുക. ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അടുത്ത ലൈന് ആഡ് ചെയ്തതിന് ശേഷം 12% അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വർഷത്തെ പർച്ചേസ് ഉള്ളത് ഇവിടെ ആഡ് ചെയ്യുക. അടുത്ത റേറ്റിൽ അങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മാനുവലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തെ മൊത്തം സപ്ലൈ എടുത്ത് പർച്ചേസ് എടുത്ത് നോക്കിയിട്ട് ഓരോ സപ്ലയറുടെയും കയ്യിൽ നിന്ന് ഓരോ റേറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ളത് ടോട്ടലായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 100 സപ്ലൈസ് ഉണ്ടെങ്കിൽ 100 ലൈൻ വരും. ഇനി 100 സപ്ലൈസിൻ്റെ അടുത്തു നിന്നും 3 റേറ്റ് വീതം, അതായത് 5ഉം 12ഉം 18ഉം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 × 300 ലൈൻ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓരോ സപ്ലയർക്ക് 3 ലൈൻ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അത്ര ഈസി വർക്കല്ല മാനുവലായിട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്ഷൻ ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ റിവേഴ്സ് ചാർജ് ആണ്. റിവേഴ്സ് ചാർജ് ഉള്ളതിനകത്ത് ഇവിടെ സപ്ലയറുടെ GST നമ്പർ കൊടുക്കണം. ട്രേഡ് നെയിം വരും. കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു വർഷത്തെ ടോട്ടൽ ടാക്സബിൾ വാല്യൂ കൊടുക്കണം. റിവേഴ്സ് ചാർജിലുള്ള അത് എത്ര പെർസെൻ്റാണ് റിവേഴ്സ് ചാർജ് എന്ന് കൊടുക്കണം. അതനുസരിച്ച് ഇവിടെ ടാക്സ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതും ഓരോ സപ്ലയർക്കും ഒരു റേറ്റിന് ഒരു ലൈൻ എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ഇൻവേർഡ് സപ്ലൈസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ ആണ്. അൺരജിസ്റ്റേർഡ് സപ്ലൈസിന് പാൻ ചോദിച്ചിട്ടുണ്ട്. പാൻ ഓപ്ഷനിലാണ്. ട്രേഡ് നെയിം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അതും ഓപ്ഷനിലാണ്. ഒരു സ്റ്റേറ്റിന് എത്ര പർച്ചേസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടാക്സബിൾ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുക. ടാക്സബിൾ വാല്യൂ മാത്രം എൻ്റർ ചെയ്താൽ മതി. അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് അതർ ദാൻ റിവേഴ്സ് ചാർജ് ആണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു ലൈൻ മാത്രം ഒരു റിട്ടേണിൽ ആഡ് ചെയ്താൽ മതി. ഇനി അത് റിവേഴ്സ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജിൽ ടിക്ക് ചെയ്യുക. റിവേഴ്സ് ചാർജിൽ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റുകളും കിട്ടും. അപ്പോൾ അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ചാർജിൽ കൊടുക്കേണ്ട ഏതെങ്കിലും സപ്ലൈ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ചാർജിൽ അത് കൊടുക്കണം. റിവേഴ്സ് ചാർജിൽ ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ അവസരമുണ്ട്. ഈ ആനുവൽ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് റിവേഴ്സ് ചാർജിൽ അത് കൊടുക്കുക. അടുത്ത ടേബിള് ഇമ്പോർട്ടർ സർവീസ് ആണ്. ഇമ്പോർട്ടർ സർവീസ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്തിട്ട് ടാക്സബിൾ വാല്യൂ എത്രയാണെന്ന് നോക്കുക. എത്ര റേറ്റിലുള്ള ഇൻവേർട്ട് സപ്ലൈ ആണെന്ന് നോക്കുക. സപ്ലൈ സർവീസ് ആണിത്. ഇമ്പോർട്ടർ സർവീസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആണ് വരുന്നത്. അത് കൊടുക്കുക. അതിൻ്റെ റിവേഴ്സ് ചാർജിൽ നമ്മൾ GST കൊടുത്തിട്ടില്ല എങ്കിൽ CMP 08 GST കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് സമ്മറി ഓഫ് CMP 08 ആണ്. ഇത് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന 4 റിട്ടേണിൽ ഫയൽ ചെയ്തിരിക്കുന്ന എമൗണ്ടും 4 റിട്ടേണിലൂടെ കൊടുത്തിരിക്കുന്ന എമൗണ്ടുമാണ്. ഇത് ഓഡിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്തപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ സെയിലിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ടാക്സ് റേറ്റ് വൈസ് ഉള്ള ഓപ്ഷനിൽ ഇവിടെ വന്നാൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ടേൺ ഓവർ 1% എത്രയാണെന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ 1 കോടി രൂപ കൊടുത്താൽ 50,000 രൂപയാണ് ടാക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ CMPയിലൂടെ 40,000 ടാക്സ് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ബാലൻസ് 10,000 ബാലൻസ് 10,000 കൂടി കൊടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത് CMP 08 എത്ര എമൗണ്ട് വന്നു എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര ഔട്ട്വേർഡ് സപ്ലൈസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് മുഴുവൻ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. CMP 08 കൊടുത്തതും ആക്ച്വൽ സപ്ലൈ തമ്മിലുള്ള ഡിഫറൻസ് അല്ല ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ വന്നിരിക്കുന്ന ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി റിവേഴ്സ് ചാർജിലുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നോളും. നമുക്ക് ഇവിടെ മാനുവലായിട്ട് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ഷെഡ്യൂളിൽ അതായത് ടേബിളിൽ എൻ്റർ ചെയ്യുക. ഉദാഹരണത്തിന് ഈ ടേബിളിൽ എൻ്റർ ചെയ്യുക. അൺരജിസ്റ്റേർഡ് സപ്ലൈസിൻ്റെ വിത്ത് റിവേഴ്സ് ചാർജ് എൻ്റർ ചെയ്യുന്നതും പ്ലസ് ഇൻവേർഡ് സർവീസസിൻ്റെ ആണ് ആ കുളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. എന്നിട്ട് ഇത് ഫൈനലൈസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് മാനുവലായിട്ട് ചെയ്യുന്ന ഓൺലൈനായിട്ട് ചെയ്യുന്ന കേസിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഡിഫിക്കൽട്ട് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ GSTR 4A വന്നിരിക്കുന്ന പർച്ചേസ് അനലൈസ് ചെയ്ത് ഓരോ സപ്ലയർക്കും ഓരോ റേറ്റ് വൈസ് ആയിട്ട് നമ്മൾ ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 100 സപ്ലയർ ഉണ്ട്. 100 സപ്ലയറുടെ അടുത്തുനിന്ന് 3 റേറ്റിൽ നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 300 ലൈൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് മാനുവലായിട്ട് ആഡ് ചെയ്യണം. അത് tedious ജോബാണ്. ഇനി കോമ്പോസിഷൻ ഡീലറുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്താൽ നമ്മുടെ GSTR 4A അത് വരികയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് മാനുവലായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കേണ്ടത് ഇൻവേർഡ് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ എന്നുള്ളതടുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. GST നമ്പർ കൊടുക്കണം, ലീഗൽ നെയിം കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ടാക്സ് റേറ്റ് ചോദിക്കുമ്പോൾ എക്സംപ്റ്റഡ് ടാക്സ് എന്നുള്ള രീതിയിൽ ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ മാനുവലായിട്ട് ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ടേബിൾസ് മാനുവലായിട്ട് ഫില്ല് ചെയ്യണം. അത് ടെഡിയസ് ജോബാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബുദ്ധിമുട്ടുള്ള ജോബ് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാം എന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു 100 സപ്ലയറുടെ അടുത്തുനിന്ന് 100 ഇൻവോയ്സ് ഉണ്ട്, 100 സപ്ലയേഴ്സ് ഉണ്ട്. അതിൽ 300 ടാക്സ് റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 300 ലൈൻ നമ്മൾ കൊടുക്കണം. അതിപ്പോൾ ഒരു 500 സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓരോ സപ്ലയറുടെ അടുത്തുനിന്ന് 2 റേറ്റിൽ വീതം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 5% 12% പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
500 ഇൻറ്റു 2 1000 ലൈൻസ് ഇതിൽ എൻട്രി ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. 2-3 ദിവസം എടുത്താലും ഒരുപക്ഷെ തീർന്നില്ല എന്ന് വരും. അങ്ങനെ നമുക്കിത് ഈ കോമ്പോസിഷൻ ഡീലേഴ്സിന് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്ക് ഉണ്ടാവുകയില്ല. അതിന് വർത്തുമല്ലാതെ അത്രയും ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ 10 മിനിറ്റിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതെങ്ങനെ 10 മിനിറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൂൾ യൂസ് ചെയ്യണം. നമുക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു ടൂൾ യൂസ് ചെയ്യണം. ആ ടൂളിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ആ ടൂളിൻ്റെ പേര് ഒക്ട GST എന്നതാണ്. ഈ ടൂളിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ നമ്പറിൽ ഞാനിവിടെ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയാം. നിങ്ങൾ ഡെമോ കാണിച്ചു തരാം. ഇതിൽ ഈ കോമ്പോസിഷൻ്റെ മാത്രമല്ല GSTയുടെ കംപ്ലീറ്റ് വർക്കും ഇതിൽ ചെയ്യാവുന്നതാണ്. GSTR 1, GSTR 3B, 2-way മാച്ചിങ്, ആനുവൽ റിട്ടേൺ പ്രിപ്പറേഷൻ, GSTR 9 പ്രിപ്പറേഷൻ, GSTR 4A ഡൗൺലോഡിങ്. അങ്ങനെ GSTയുടെ കംപ്ലീറ്റ് വർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടൂളാണ്. വെരി ഈസി ടു യൂസ്, 100% ആക്യുറേറ്റ് ആണ്, സിമ്പിൾ ടു യൂസ് ആണ്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ആനുവൽ റിട്ടേൺ കോമ്പോസിഷൻ ഡീലർ ആനുവൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിനകം നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കമ്പനിയുടെ ആണോ നമ്മൾ ആനുവൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നത് ആ കമ്പനിയുടെ നെയിം ഇവിടെ കൊടുക്കുക. ആ കമ്പനിയുടെ GST നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് റെഗുലർ ആണെങ്കിൽ റെഗുലർ സെലക്ട് ചെയ്യുക, കോമ്പോസിഷൻ ആണെങ്കിൽ കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ ഇൻസൈഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനൂസ് ഇതാണ്. അവിടെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ GST സൈറ്റിൽ നിന്നുള്ള GSTR 4A. GSTR 4A എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഡീലേഴ്സിൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം റെഗുലർ ഡീലേഴ്സിൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസ് നമുക്ക് GSTR 2A എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ കോമ്പോസിഷൻ ഡീലേഴ്സിൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് GSTR 4A ആണ്. ഈ 4A നമ്മൾ GST സൈറ്റിൽ GST പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഒരു ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ GST സൈറ്റിൽ പോവുക. GST സൈറ്റിൽ പോയതിന് ശേഷം ഡാഷ്ബോർഡിൽ വന്നിട്ട് ഫയൽ റിട്ടേൺസിൽ വരിക. വൺസ് ഫയൽ റിട്ടേൺസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൗൺലോഡിംഗ് ടൂൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം. നമുക്ക് ആർക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്ന ഒരു ടൂളാണ്. ഇതൊരു ഫ്രീ ടൂളാണ്. ഇത് നോക്കിയിട്ട് GSTR 4A JSON സെലക്ട് ചെയ്യുക, ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക, 1920 ആണ്, റിഫ്രഷ് ചെയ്യുക. ഓൾറെഡി ഇത് ഇവിടെ പ്രോസസ്ഡ് ആണ്. ഇതിനെ ഡൗൺലോഡ് ഓൾന്ന് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ 4 റിട്ടേണും ഓരോ ക്വാർട്ടറിലേക്കുള്ള GSTR 4A ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൂള് ഓപ്പൺ ചെയ്ത് വന്നാൽ കാണുന്ന മെനു ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനൂസാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ സെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം, പർച്ചേസ് ആഡ് ചെയ്യാം. GSTR 4A സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. GSTR 4 നമുക്ക് പ്രിപ്പയർ ചെയ്യാം. CMP 08 പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം GSTR 4A ഡൗൺലോഡ് ചെയ്യണം. GSTR 4A നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്യുക. ഈ ഡൗൺലോഡ് ഫോൾഡറിലാണ് വന്നിരിക്കുന്നത്. ഗൂഗിൾ ക്രോമിൽ ഡൗൺലോഡ് ഫോൾഡറിലാണ് വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന 4 റിട്ടേൺസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 4 റിട്ടേൺ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി റിട്ടേൺ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓരോ റിട്ടേൺ നമുക്ക് വ്യൂ ചെയ്യാം. ഇനി ഈ GSTR 4A നമുക്ക് സൈറ്റിൽ നിന്നുള്ള പർച്ചേസ് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഈ പർച്ചേസ് നമ്മൾ സൈറ്റിൽ നിന്ന് ലോഡ് ചെയ്താണ്. ഇതിനെ നമ്മുടെ സ്വന്തം പർച്ചേസ് ആയിട്ട് മാറ്റണം. സ്വന്തം പർച്ചേസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ GSTR 4A ഈ സ്വന്തം പർച്ചേസ് ആയിട്ട് മാറ്റിയാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനുവൽ റിട്ടേണിലുള്ള ആ പർച്ചേസ് ഫ്രം രജിസ്റ്റേർഡ് ഡീലേഴ്സ് എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട 10-600 ലൈൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ പർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനെ പർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 GSTR 4A ഫയലിനെ ഒരു എക്സൽ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു.
എൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ്സിലേക്കാണ് ഇത് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ പോകുന്ന ഡൗൺലോഡ്സിലേക്കാണ്. അപ്പോൾ ഈ 4 GSTR4A JSON ഫയൽ ഇപ്പോൾ ഒരു എക്സൽ ഫയലായിട്ട് സേവ് ആയി. അത് എക്സലിലേക്ക് സേവ് ചെയ്തു വന്നു. നമുക്കത് പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അതിനെ വിട്ടേക്ക്. ഇനി നമുക്ക് ഈ നമ്മൾ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്ത JSON ഫയലിനെ നമുക്ക് പർച്ചേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അത് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ പർച്ചേസിൽ വരിക, ഇമ്പോർട്ട് കൊടുക്കുക, സെലക്ട് ഫയൽ കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുത്ത ഫയൽ ഇതാണ്. അതിനെ ഓപ്പൺ ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പർച്ചേസും ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കണ്ട മാതിരി GST സൈറ്റിൽ 2 ടേബിൾസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് വരും. ഏതൊക്കെയാണ് ഫില്ല് ചെയ്ത് വരുന്നത്? പർച്ചേസ് ഫ്രം രജിസ്റ്റേർഡ് ഡീലേഴ്സ് അതർ ദാൻ റിവേഴ്സ് ചാർജും പർച്ചേസ് ഫ്രം രജിസ്റ്റേർഡ് ഡീലേഴ്സ് വിത്ത് റിവേഴ്സ് ചാർജും. ഈ 2 ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വരും. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ അടുത്തുനിന്ന് പർച്ചേസ് ഇൻവോയ്സും പർച്ചേസ് ക്രെഡിറ്റ് നോട്ടും ഉണ്ടെങ്കിൽ അതിനെ ടോട്ടൽ ചെയ്ത് നെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ GST സൈറ്റിൽ ആനുവൽ റിട്ടേണിൻ്റെ സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾ അത് ടേക്ക് കെയർ ചെയ്തോളും. നമ്മൾ അതിനെക്കുറിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് വർക്കും ഈ ടൂൾ തന്നെ ടേക്ക് ഓവർ ചെയ്തോളും. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ഇവിടെ 2 ടേബിളേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് വീണ്ടും 2 ടേബിളുണ്ട്, 2 അല്ല 3 ടേബിളുണ്ട്. ഒന്ന് അൺരജിസ്റ്റേർഡ് പർച്ചേസ്, ഒന്ന് അൺരജിസ്റ്റേർഡ് പർച്ചേസ് വിത്ത് റിവേഴ്സ് ചാർജ്, ഒന്ന് ഇമ്പോർട്ട് ഓഫ് സർവീസസ്. അപ്പോൾ നമുക്കൊരു 3 ഡോക്യുമെൻ്റ് നമുക്കിവിടെ മാനുവലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പർച്ചേസ് ഇൻവോയ്സ് ആണ്. പർച്ചേസ് ഇൻവോയ്സ് സപ്ലയർ ABC സപ്ലയർ ആണ്. സപ്ലയർ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നില്ല, GST നമ്പർ കൊടുക്കുന്നില്ല. അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് ഞാൻ GST നമ്പർ കൊടുക്കുന്നില്ല. മാർച്ചിലാണ് 2019-20 മാർച്ചിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അൺരജിസ്റ്റേർഡ് 001 എന്ന് കൊടുത്തു. 31/3/2020 ആഡ് ചെയ്യുന്നു. ഞാനത് ഗുഡ്സ് ആണത്. GST ടാക്സബിൾ ആണ്. ടാക്സബിൾ റേറ്റ് എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് ടാക്സബിൾ അല്ല, അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് അത് എക്സംപ്റ്റ് ആണ്. 1,00,000 രൂപയുടെ അൺരജിസ്റ്റേർഡ് പർച്ചേസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് അതർ ദാൻ റിവേഴ്സ് ചാർജ് ആണ്. ഇനി ഞാൻ വേറൊരു അത് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു പർച്ചേസ് കൂടെ ആഡ് ചെയ്യാണ്. അത് അൺരജിസ്റ്റേർഡ് പർച്ചേസിൻ്റെ BCD ആണ്. അൺരജിസ്റ്റേർഡ് പർച്ചേസ് റിവേഴ്സ് ചാർജുള്ള അൺരജിസ്റ്റേർഡ് പർച്ചേസ് ആണ്. അപ്പോൾ ഞാൻ അൺരജിസ്റ്റേർഡ് 002 എന്ന് എൻ്റർ ചെയ്തു. ഇവിടെ റിവേഴ്സ് ചാർജ് ടിക്ക് ചെയ്തു. ഇനി ഞാൻ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ അത് സർവീസാണ്, GTA ആണെന്ന് വിചാരിച്ചത്. GTA ആണ്. ഇവിടെ ഇതൊന്നും കൊടുക്കുന്നില്ല. GST ടാക്സബിൾ ആണ്. 5% ആണ് റിവേഴ്സ് ചാർജിൽ GTയുടെ റേറ്റ്. കൊടുക്കുന്ന എമൗണ്ട് 17,000 രൂപ. അപ്പോൾ 425 രൂപ റിവേഴ്സ് ചാർജിൽ കൊടുക്കണം. ഈ റിവേഴ്സ് ചാർജിൽ നമ്മൾ CMP 08 കൊടുത്തപ്പോൾ ഈ റിവേഴ്സ് ചാർജിലുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് പേ ചെയ്യുക. ഇപ്പോൾ 2 ഇൻവോയ്സ് നമ്മൾ ആഡ് ചെയ്തു. ഏതൊക്കെയാണ് ഇൻവോയ്സ് ആഡ് ചെയ്തത്? അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൻ്റെ അടുത്തുള്ള പർച്ചേസ് വിത്തൗട്ട് റിവേഴ്സ് ചാർജും അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൻ്റെ അടുത്തുനിന്നുള്ള പർച്ചേസ് വിത്ത് റിവേഴ്സ് ചാർജാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. അതിവിടെ വന്നിട്ട് ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. സപ്ലയർ നെയിം ദുബായ് പാർട്ടി, ദുബായ് സർവീസ് പാർട്ടി കൊടുത്തു. സപ്ലയർ അഡ്രസ്സ് കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് ഇൻപ് 001 എന്നാണ് കൊടുക്കുന്നത്. നമ്മളിതിവിടെ ആഡ് ചെയ്യുമ്പോൾ സർവീസാണ്. ഇവിടെ സർവീസ് നിന്ന് ഓട്ടോമാറ്റിക്കലി വന്നു. ഇവിടെ ഗുഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സർവീസാണ് വന്നിരിക്കുന്നത്. GST ടാക്സുകളാണ്. GST റേറ്റ് 18% ആണ്. എന്തോ കൺസൾട്ടൻസി ആണെന്ന് വിചാരിച്ചോളൂ. ഒരു
13,000 രൂപയുടെ കൺസൾട്ടൻസി. അപ്പോൾ IGST 2,340 രൂപ കൊടുക്കണം. ഇത് റിവേഴ്സ് ചാർജിൽ കൊടുക്കേണ്ടതാണ്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ CMP 08 കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണം. ഇപ്പോൾ കൊടുക്കുമ്പോൾ വിത്ത് ഇൻട്രസ്റ്റ് സഹിതം വേണം കൊടുക്കാനായിട്ട്. ഇതിനെ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 ടേബിളും കൂടി ഫില്ല് ചെയ്യാനുള്ള ഇതായി. ഇപ്പോൾ നമുക്ക് പർച്ചേസിൻ്റെ എല്ലാ ടേബിൾസും ഫില്ല് ആകാനുള്ള ഇൻഫർമേഷൻസ് ആയി. അത് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതാ രജിസ്റ്റേർഡ് പർച്ചേസ് വന്നു, അൺരജിസ്റ്റേർഡ് പർച്ചേസ് വന്നു, അൺരജിസ്റ്റേർഡ് പർച്ചേസ് റിവേഴ്സ് ചാർജ് വന്നു, ഇമ്പോർട്ടർ സർവീസ് ഓട്ടോമാറ്റിക്കലി വന്നു. അതിൻ്റെ ടാക്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ സെയിൽ കൊടുത്തിട്ടില്ല. സെയിലിൻ്റെ എമൗണ്ട് ഇവിടെ ഔട്ട്വേർഡ് സപ്ലൈസ് ഇവിടെ വന്നിട്ടില്ല. അത് നമ്മൾ സെയിൽ എൻ്റർ ചെയ്യണം. വീണ്ടും വന്നിട്ട് സെയിൽസിൽ വന്നിട്ട് ആഡ് ചെയ്യുക. സെയിൽസിൽ ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വാർട്ടർ എന്ന് പറയുന്നത് ജൂണാണ്. ആദ്യത്തെ ക്വാർട്ടർ ഡിസ്ക്രിപ്ഷൻ Q1 എന്ന് ഞാൻ കൊടുത്തു. അതിൻ്റെ കോമ്പോസിഷനിലേക്ക് 1% ടേൺ ഓവർ 18 ലക്ഷം രൂപയാണ്. ഞാൻ സേവ് ചെയ്തു. വീണ്ടും ഞാൻ ക്വാർട്ടർ 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ CMP 08 നോക്കിയിട്ടല്ല എൻട്രി ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ എൻട്രി ചെയ്യേണ്ടത് നമ്മുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ അനുസരിച്ചിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. CMP 08 എൻട്രി ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് ഈ എമൗണ്ടിൻ്റെ ബേസിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് CMP 08 നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ടാക്സിനെ ലെസ് ചെയ്യുന്നു. നമ്മൾ സെപ്റ്റംബർ ഡിസംബറിൽ 3ാമത്തെ ക്വാർട്ടർ Q3, അതും 1% തന്നെയാണ് റേറ്റ്. ഒരു 18 ലക്ഷം ഞാനിവിടെ കൊടുക്കുന്നു. 20 ലക്ഷം കൊടുക്കുക. 20 ലക്ഷം കൊടുത്തു. വീണ്ടും ഞാൻ ക്വാർട്ടർ 4 എൻട്രി ചെയ്യുന്നു. അതിന് മാർച്ച് ഡേറ്റ് കൊടുക്കുന്നു. Q4 എൻട്രി ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് 1% ആണ്. നമുക്ക് 21 ലക്ഷം എൻട്രി ചെയ്യാം. അപ്പോൾ 4 ക്വാർട്ടറിലെ സെയിൽ ഞാൻ എൻട്രി ചെയ്തു. ഇപ്പോൾ നമ്മളുടെ സെയിൽസ് 4 ക്വാർട്ടറിലെ സെയിൽസ് നമ്മൾ എൻട്രി ചെയ്തു. പർച്ചേസ് ഓൾറെഡി എൻട്രി ചെയ്തു. ഇപ്പോൾ സെയിൽസുമായി. ഇപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ഏകദേശം ഫുള്ളാണ്. ഇനി നമുക്ക് വീണ്ടും GSTR 4 വന്നാൽ, പ്രിപ്പയർ GSTR 4 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. സെയിൽസ് ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. സെയിൽസിൻ്റെ ഇവിടെ 76,000 രൂപയാണ് പേബിൾ ഉള്ളത്. റിവേഴ്സ് ചാർജിൻ്റെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ 2 കോളത്തിൻ്റെ ടോട്ടലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3,190 രൂപയാണ് റിവേഴ്സ് ചാർജിൽ നമ്മൾ പേ ചെയ്യാനുള്ളത്. ഈ എമൗണ്ട് റിവേഴ്സ് ചാർജിൽ പേ ചെയ്തിട്ടില്ല എങ്കിൽ, CMP 08 പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേ ചെയ്യാൻ പറ്റിയ അവസരമാണ്. ഈ സമയത്ത് ഇത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം റെഡിയായി. ഇവിടെ ഈ 60 ഇൻവോയ്സ് എന്ന് കാണിച്ചിരിക്കുന്ന 85 ലക്ഷം രൂപയുടെ ഇൻവോയ്സ് കാണിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റേറ്റ് വൈസ് പാർട്ടി വൈസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന്, ജനറേറ്റർ JSON ഫയൽ കൊടുക്കുക. ജനറേറ്റർ JSON ഫയൽ കൊടുക്കുന്നത് ഞാൻ ഡൗൺലോഡ്സിലേക്കാണ് കൊടുക്കുന്നത്. JSON എന്നാണ് അതിൻ്റെ, ഇത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് കൊടുക്കാം. ഡെസ്ക്ടോപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാനിവിടെ വന്നിട്ട് ആനുവൽ റിട്ടേണിൽ വന്ന് ഞാൻ എൻ്റെ പോർട്ടലിലേക്ക്, ഇപ്പോൾ എൻ്റെ റിട്ടേൺ റെഡിയാണ്. ഞാൻ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് ടൂൾ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് കൊണ്ട് പ്രിപ്പയർ ഓഫ്ലൈനിൽ അല്ലെങ്കിൽ അല്ല പോകേണ്ടത്. ചൂസ് ഫയൽ കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ പോയാൽ കാണാം. ഇൻ പ്രോഗ്രസ് ആണ്. റിഫ്രഷ് ചെയ്യുമ്പോൾ പ്രോസസ്ഡ് ആണ്. ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും ഇത് നമ്മൾ GSTR 1 ഫയൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഓഫ്ലൈനിൽ ഫയൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി പ്രിപ്പയർ ഓൺലൈനിൽ വന്നാൽ നമുക്കിവിടെ ഡേറ്റാസ് കാണാം.
ഇവിടെ എമൗണ്ട് ടേൺ ഓവറിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുക്കണം. പ്രീവിയസ് ഇയറിൻ്റെ ആദ്യത്തെ ടേബിൾ നോക്കിയാൽ കാണാം. ഇതാ എല്ലാ ഇൻഫർമേഷൻസ് ഇവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻസ് വിത്ത് സപ്ലയർ നെയിം, റേറ്റ് വൈസ്, പാർട്ടി വൈസ് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിയാൽ റിവേഴ്സ് ചാർജിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വന്നിട്ടില്ല. ഇത് ഇൻവേർഡ് സപ്ലൈസറും അൺരജിസ്റ്റേർഡ് സപ്ലയർ. അതിനകത്ത് റിവേഴ്സ് ചാർജിൽ ഒരു പർച്ചേസ് ഉണ്ട് 17,000 രൂപയുടെ. നോൺ റിവേഴ്സ് ചാർജ് നോർമൽ പർച്ചേസിൽ 1,00,000 രൂപയുടെ ഉണ്ട്. അതിന് ടാക്സ് ഇല്ല. അപ്പോൾ അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തതിന് ടാക്സ് വരണമെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചാർജിലായിരിക്കണം. ഇനി അടുത്ത ടേബിൾ എടുത്ത് നോക്കുക. ഇമ്പോർട്ട് ഓഫ് സർവീസസ്. നമ്മളൊരു ഇമ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഇമ്പോർട്ട് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സമ്മറി ഓഫ് CMP08 നമ്മളിവിടെ കണ്ടു. ഇതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് 34,000 കൊടുത്തിരിക്കുന്നത്, ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ടാക്സ് റേറ്റ് വൈസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് നോക്കിയാൽ കാണാം. 76 ലക്ഷം രൂപയാണ് നമ്മുടെ റിവേഴ്സ്ഡ് സെയിൽസ് എന്ന് പറയുന്നത്. 76 ലക്ഷം രൂപയാണ്. 38,000 നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടത്. ഇനി ഇവിടെ ആദ്യത്തെ ഇൻവേർഡ് എന്ന് കാണുന്നതെല്ലാം റിവേഴ്സ് ചാർജിലുള്ള ഇൻവേർഡാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻവേർഡ് സപ്ലൈസ് അട്രാക്റ്റിംഗ് റിവേഴ്സ് ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ സപ്ലൈസ് മാത്രമേ ഇവിടെ വരുള്ളൂ. അതായത് ടാക്സ് ലയബിലിറ്റിയുടെ ഷീറ്റാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്വേർഡ് ലയബിലിറ്റി പ്ലസ് ഇൻവേർഡ് വിത്ത് റിവേഴ്സ് ചാർജാണ് നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഷീറ്റാണ് ആക്ച്വലി ഇത്. പക്ഷേ നമ്മുടെ കുറച്ച് റിവേഴ്സ് ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിവിടെ വന്നിട്ടില്ല. അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോയിട്ട് ഇവിടെ പ്രൊസീഡ് ടു ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് റേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻവേർഡ് 5% ഇതായിരുന്നു നമ്മൾ കൊടുത്തത്. ഇൻവേർഡ് 13,000 ഇതാണ് കൊടുത്തത്. ഇപ്പോൾ 18% കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻവേർഡ് സപ്ലൈ ആണ്, ഇമ്പോർട്ടഡ് സപ്ലൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ എമൗണ്ടും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. CMP വന്നു, ടാക്സ് റേറ്റ് വന്നു, TDS റിസീവ്ഡ് വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രൊസീഡ് ടു ഫയലാണ്. പ്രൊസീഡ് ടു ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ക്യാഷ് ലെഡ്ജറിൽ ഇത് നമ്മുടെ 3B ഫയൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ക്യാഷ് ലെഡ്ജർ ബാലൻസ് ഉണ്ട്, ബാലൻസ് ഒന്നുമില്ല. നമുക്കിവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് റിവേഴ്സ് ചാർജിൽ 2,340 രൂപ ഇൻ്റഗ്രേറ്റഡ് ടാക്സും സെൻട്രൽ ടാക്സ് 425 സ്റ്റേറ്റ് ടാക്സ് 425 അതർ ദാൻ റിവേഴ്സ് ചാർജ് 38,000 ആണ്. അതിൽ നമ്മൾ ആകെ കൊടുത്തിരിക്കുന്നത് CMP08 കൂടെ കൊടുത്തിരിക്കുന്നത് 34,790 കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇനി അതിൽ കൊടുക്കാൻ നോർമൽ സപ്ലൈയിൽ എത്ര കൊടുക്കാനുണ്ട്? 3,210 രൂപ 3,210 രൂപയും ബാക്കി കൊടുക്കാനുണ്ട്. റിവേഴ്സ് ചാർജിലുള്ളത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതും ഡ്യൂ ആണ്. 2,340 425 ഇവിടെ ഡ്യൂ ആണ്. ടോട്ടൽ ഡ്യൂ എന്ന് പറയുന്നത് 2,340 3,625 3,625 IGST 2,340 IGST 3,635 CGST SGST അങ്ങനെയാണ് എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് ക്യാഷ് ബാലൻസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ക്രിയേറ്റ് ചെല്ലാനിൽ പോവുക, ക്യാഷ് റെമിറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതോടുകൂടി നമ്മളെ ഒരു GSTR4 പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് അവസാനിച്ചു. എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഒരു ദിവസം ഒരു 10 റിട്ടേൺ വരെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. മാനുവലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോയാൽ 10 ദിവസം എടുക്കും ഒരു റിട്ടേൺ പ്രിപ്പയർ ചെയ്യാൻ. അതാണ് ഡിഫറൻസ്. മാനുവലായിട്ട് ചെയ്താൽ 10 ദിവസം കൊണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ യൊക്ട GST എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ചെയ്താൽ ഒരു ദിവസം നമുക്ക് 10 റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ ഈ ടൂളിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടൂള് GSTയുടെ എല്ലാ വർക്കും ചെയ്യാവുന്ന ഒരു ഓൾ ഇൻ ഓൾ ടൂളാണ്. ഒരു വർക്ക് മാത്രമല്ല. അപ്പോൾ GSTയിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവരും പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൂൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ പീസ് ഓഫ് മൈൻഡ് ലഭിക്കുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് ജോലി വർക്ക് ഫിനിഷ് ചെയ്യാം. 100% ആക്യുറസിയാണ്. വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുക. ഫ്രീ ഡെമോയാണ്. ഡെമോ കണ്ടതുകൊണ്ട് ആരും പർച്ചേസ് ചെയ്യേണ്ടതില്ല. വളരെ ലോ കോസ്റ്റ് ടൂളാണിത്. പക്ഷേ ഹൈ പെർഫോമിംഗ് ടൂളാണ്.
ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ടൂളിനെ കുറിച്ച് പറയുക എന്നതുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.